അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ പുതിയതായിട്ട് സെറ്റ് ആക്കിയിട്ടുള്ള അക്വേറിയാണ് കേട്ടോ. അക്വേറി എന്ന് പറയാൻ പറ്റൂല, ജസ്റ്റ് മീനുകൾക്ക് വേണ്ടിയിട്ട് ഓന് സെറ്റാക്കിയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ കുറച്ച് ഐഡിയ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് ഓന് ഇതേപോലെ വീഡിയോസിലും ഇതിലൊക്കെ കണ്ടുകൊണ്ട് സെറ്റാക്കി വെച്ചത് ടെറസും പുറത്തേട്ടാ. എന്നിട്ട് 3 വലിയ ഒരു ചട്ടി കൊടുന്ന് വെച്ചിട്ട് അതിലൊക്കെ പ്ലാന്റുകൾ വെച്ചിട്ട് ഒന്നിൽ മാത്രം മീനിനെ കൊടുന്നിട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മീൻ വെച്ച് കൈയിട്ടിട്ട് മീൻ കൈക്ക് വരുന്നില്ല കൈസ്, കുറേ ഉണ്ടെങ്കിൽ വന്നിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കാണിച്ചു തന്നാണ്ട് അവിടെ 3 എണ്ണം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 പാത്രം, പിന്നെ ഒന്നാം ബ്രൗൺ ടൈപ്പ് കൂട്ടാ. അപ്പോൾ അതിലൊന്നും 2 മീനില്ല, പക്ഷേ ചെടിയൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുള്ള് എന്താ പറയുക വീഡിയോസ് റിവ്യൂസ് ആയിട്ടാണ്, 3 റിവ്യൂസാണ്. അപ്പോൾ ഇതിൻ്റെ പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് കൊടുക്കാം, വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് കാണിക്കേണ്ടത് പറഞ്ഞാൽ ചുരിദാറിൻ്റെയാണ്, അത് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വിടാം. പിന്നെ അതേപോലെ വേറൊരു പ്രൊഡക്റ്റ് 3 യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റമായിട്ടാണ്. ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് എന്താ സാധനം നോക്കി, ഇതാണ് നമ്മൾ കഴുത്തിലിടുന്ന മാല. അത് റോഡ് ഗോൾഡിലുള്ള കേട്ടോ, റോഡ് ഗോൾഡിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം എല്ലാവരും ഗോൾഡിന് ഇപ്പോൾ 1 ലക്ഷമൊക്കെ കടന്ന് വെച്ചപ്പോൾ ആരും എന്താ പറയലേ ഗോൾഡൊന്നും യൂസ് ചെയ്യലില്ല എന്ന് എൻ്റെ അറിവിൽ. ഒക്കെ ഇപ്പോൾ കോളേജ് കുട്ടികളാണെന്നുണ്ടെങ്കിലും സ്കൂൾ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പം ഉമ്മാരെ ടൈപ്പുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളമ്മാരെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പോൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിലും മക്കൾക്ക് എന്തായാലും ഓർണമെൻറ്റ്സിൽ ഗോൾഡ് ഇട്ട് കൊടുക്കാൻ പറ്റില്ല, സ്കൂൾക്ക് അവർ ഉത്തരവാദി ആവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പാദസരമാണെന്നുണ്ടെങ്കിലും വാളാണെന്നുണ്ടെങ്കിലും അതുപോലെ മോതിരം, പിന്നെ അതുപോലെ മാല എല്ലാം ഇങ്ങനത്താണ് ഉപയോഗിക്കണത്. അപ്പോൾ ഇതിനൊരു 130 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. നോക്കി നിങ്ങൾ കറക്റ്റ് ഇതിന് കളർ കണ്ട ഗോൾഡാണ് വിചാരിക്കൂലേ, പക്ഷെ 916 മാർക്കഡ് ഇല്ല എന്നുള്ളൂ. മാർക്കഡാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഗോൾഡിൻ്റെ ഒരു പവർ പോലെ കിട്ടും, തിളക്കം വരും. പക്ഷേ ഇത് തിളക്കമൊന്നുമില്ല, ഗോൾഡാണെങ്കിൽ നല്ല തിളക്കം വരും. അത് നമുക്ക് പ്രത്യേകിച്ച് അറിയാനും പറ്റും, എസ്പെഷ്യലി നമുക്ക് അറിയാനും പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് പിന്നെ ഞാൻ വിചാരിച്ചത് നല്ലോണം ഇറക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മോക്ക് വേണ്ടി വാങ്ങിയതായിരുന്നു, പക്ഷേ ഓളെ കഴുത്തിൽ നല്ല ഇറക്കുന്നുണ്ട്. ഇത് കണ്ടാണ് എനിക്കിട്ടിട്ട് തന്നെ. അപ്പം ഞാൻ അത് റിട്ടേൺ ആക്കാൻ പോകുന്നത് ഗൈസ്. എനിക്കിട്ടിട്ടാണ് നല്ല ഇറക്കുന്നുണ്ട്, എനിക്കിട്ടിട്ട് എൻ്റെ പുക്കളുടെ വരെയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അത് റിട്ടേൺ ആക്കണ്ട. അപ്പോൾ പിന്നെ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ കാണിക്കട്ടെ. അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇതാണ്. ഇതും ഫ്ലിപ്കാർട്ട് തന്നെയാണ്. ഇതൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബോക്സിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിത് അൺബോക്സ് ചെയ്ത് കാണിച്ചുതരാം എന്താ ഐറ്റംന്ന്. അപ്പോൾ ഇത് അർജൻറ്റാണ് എനിക്ക്. ഞാനിപ്പോൾ എക്സാമും ഇതൊക്കെ ചെയ്യണോണ്ട് പഠിക്കണോണ്ടും എനിക്ക് ഈ ഒരു സാധനം അർജൻറ്റാണ്. ഇത് എൻ്റെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ മുമ്പ്, പക്ഷേ അതെന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഇട്ടിട്ട് അലാറം ആവണില്ല. ഇങ്ങനത്തെ ക്ലോക്കുകളൊക്കെ നല്ല സൗണ്ട് കേൾക്കാറ്. അപ്പോൾ നമ്മൾ ആ സൗണ്ടിൽ ഫോണിനും കാട്ടി സൗണ്ട് കേൾക്കാറ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് നീച്ച് പോകും. അപ്പോൾ നമ്മൾ ആ ഒരു സൗണ്ടിൽ നീച്ച് പോകും, എനിക്ക് അത്ര മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ക്ലോക്കാണ് വാങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ബാറ്ററി ഇട്ടാൽ എത്രത്തോളം സൗണ്ട് കിട്ടും ഒന്നും എനിക്കറിയില്ല, ഇട്ട് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ബോക്സ് ഞാൻ കാണിച്ചിട്ട് കണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പാണ്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് ഡെക്കറേറ്റും ഡിസൈനൊക്കെ ഉള്ള ഐറ്റംസ് നമുക്ക് റൂമിൽ തന്നെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് നല്ല സാഡ്നെസ് ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ റൂമിൽ കയറി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ഐറ്റംസിൽ കളർഫുൾ ഇങ്ങനത്തെ ഒക്കെ ഓരോ ഐറ്റംസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മളെ മൈൻഡിനെ കൂളാവാനും നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാനൊക്കെ സാധ്യത ഉണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ഒരു ഇത് പറയണേ. അപ്പോൾ ഇതാണ് കേട്ടോ അത് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു അത്യാവശ്യം ഒരു റേറ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഒരുപാട് കളേഴ്സ് അപ്പോൾ ടൈമിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ അത് വാങ്ങിച്ചത് ഈ ഒരു കളറാണ് കേട്ടോ, പിങ്കിലും പിന്നെ ക്രീമിലും വന്നിട്ടുള്ള കളർ. നല്ല രസമല്ലേ. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ 2 ബാറ്ററി ഇടാണ്ടിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ട് അതിൻ്റെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനത്താന്നൊക്കെ അറിയാനും പറ്റും. അപ്പോൾ എനിക്ക് നിർബന്ധമാണ്. ഞാൻ ഫോണിൽ നമ്മൾ എത്ര എന്താണ് അലാറം വെച്ചിട്ടും എണീക്കാൻ ഭയങ്കര മടി. കാരണം ഫോണിലത്തെ അലാറൊന്നും നമുക്ക് ഏൽക്കൂല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം വാങ്ങിയത്. ഇതിൽ അലാറം എന്തായാലും നമ്മൾ കീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അലാറം ഉണ്ടല്ലോ, അതെല്ലാവരും ഉണർത്തും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനത്തെ ഒന്ന് വാങ്ങിയത്. അപ്പോൾ ഇതിലുള്ള സൗണ്ട് കാര്യങ്ങളൊന്നും ഞാൻ നോക്കിയിട്ടില്ല, എത്രത്തോളം എങ്ങനെ ഉണ്ടെന്നൊന്നും. അപ്പോൾ എന്തായാലും ഇതിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫിറ്റ് ചെയ്യാണ്ടായിരുന്നു. ഫസ്റ്റ് ഇതാട്ടോ ഫിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാധനം ഈ കയ്യിൽ പിടിച്ചിട്ടുള്ള ഈ സാധനം ഉണ്ടായിരുന്നു ഫിറ്റ് ചെയ്യാൻ.
അങ്ങനെ ഇതാണ് നമ്മൾ ഐറ്റം. കണ്ടില്ല, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു കലക്കിൻ്റെ താഴെ ഷാർപ്പ്നറും ഉണ്ട് കേട്ടോ. അതാണ് പിന്നെ ലാസ്റ്റ് കണ്ടത്. ഷാർപ്പ്നർ കണ്ടപ്പോൾ എന്തായാലും നല്ല രസമായി. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചുരിദാറാണ് കേട്ടോ. ഈ ചുരിദാർ വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ. അപ്പോൾ 2 ഫ്ലിപ്കാർട്ടിൽ നിന്ന് 1 മീഷോൻ്റെ പ്രൊഡക്റ്റുമാണ്. പിന്നെ ഈ ചുരിദാറിന് അത്യാവശ്യം പിന്നെന്താ റേറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടോക്കിയാലോ. അപ്പോൾ ഈ ചുരിദാർ പൊട്ടിക്കട്ടോ. അങ്ങനെ ഈ ചുരിദാർ കണ്ടില്ല, നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ ആ ചുരിദാർ. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഒറിജിനൽ പിക്ചർ ഞാനിതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ചുരിദാർ എങ്ങനത്താണ്. എനിക്ക് ഈ ക്ലോത്ത് നല്ല ഇഷ്ടമായിട്ട്, നല്ല ഒതുങ്ങണ, എത്ര തടിയുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഒതുക്കം തടിമിൽ അറിയില്ല കേട്ടോ. തടി ഇത്ര ഉണ്ടെന്ന് അറിയിക്കൂല, അങ്ങനത്തെ ടൈപ്പ് ക്ലോത്ത് ആട്ടോ ഇത് വന്നിട്ടുള്ളത്. അപ്പോൾ മീഷോയിൽ ഇപ്പോൾ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുവിധം ചുരിദാറുകളൊക്കെ, അതായത് ഇപ്പോൾ 700-800-ൻ്റെയൊക്കെ സെയിം ചുരിദാറുകളുണ്ടല്ലോ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ആ വിലക്ക് കിട്ടുന്ന ചുരിദാറൊക്കെ ഇതിൽ നിന്ന് നമുക്കൊരു 500-400 സംതിങ് നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. അതാണ് പിന്നെ ഇതിൻ്റെ ഒരു ഓഫറിൻ്റെ ഒരു ഓഫർ സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്താൽ ഗുണം. ഒരുവിധം 200 പിന്നെ 250 രൂപയ്ക്ക് നമുക്ക് കുറച്ചിട്ട് ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾ, സെയിം ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാം. അപ്പോൾ ഇതിൽ ഷോളും ഞാനൊരു കുർത്ത സെറ്റ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പർപ്പിൾ ടൈപ്പ് കേട്ടോ. ഒന്ന് പർപ്പിൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷെ അതൊരു റയോൺ മിക്സ്ഡ് ടൈപ്പിൽ ക്ലോത്ത് വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വന്നിട്ടുള്ളത്. ഷോള് തലയിൽ നിൽക്കുമെന്നൊരു ഡൗട്ടുണ്ട്. മീഷോ നമ്മൾ വാങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടാവും. ഒന്നെങ്കിൽ പാൻറ്റ് പോരാ, അല്ലെങ്കിൽ ടോപ്പ് പോരാ, അല്ലെങ്കിൽ ഷോള് പോരാ. ഷോള് തലയിൽ നിന്നാൽ കുഴപ്പമില്ല. എനിക്ക് ശരിക്കും ടോപ്പല്ല ഒതുക്കാൻ വരുന്നത്, ഷോളാണ് ഒതുങ്ങി കിട്ടുന്നത്. കാരണം നമ്മൾ ഈ തലയിൽ ഇട്ടുകൊണ്ട് ഷോളിട്ട് പോകുമ്പോഴേ നമുക്ക് തലക്ക് ഷോള് വരുമ്പോൾ ഷോളിനത് ഒതുക്ക വരുന്നത് നമ്മളെ മുടി മറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കോളറിനൊക്കെയൊക്കെ ഉണ്ടോ ഈ ടോപ്പിന് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ കോളറിൻ്റെ താഴത്തുള്ള വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ, നെക്കിൻ്റെ. പിന്നെ ഇത് താഴത്തും കൂടെ ഉണ്ട് ഒരു വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ പാൻറ്റ് വന്നിട്ടുള്ള പ്ലെയിൻ പാൻ്റ് ഉണ്ടോ. കൈയൊക്കെ പ്ലെയിൻ ആയിട്ടാണ്. ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ ഒരു സൈഡിലും അതുപോലെ തന്നെ നെക്കിൻ്റെ താഴത്ത് ആയിട്ടുണ്ട് ഇതിന് വർക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഷോളിൽ മൊത്തത്തിൽ വർക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഷോള്. അപ്പോൾ ഷോളൊക്കെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പുതച്ച് യൂസ് ചെയ്യണവർക്കും, അതുപോലെ ചെറിയ ഷോള് ചുറ്റിയിട്ട് നമ്മൾ പിൻ ചെയ്യുമല്ലോ ഒരു സൈഡിലേക്ക്, അങ്ങനെ യൂസ് ചെയ്യണവർക്കൊക്കെ നല്ല ഒതുക്ക വരുന്ന നല്ല ലെങ്ത്തും വിടുത്തുള്ള ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റുക്കും. അപ്പോൾ ഇതിനും അതേപോലെ തന്നെ ചുരിദാറുമുള്ള അതേ സെയിം വർക്ക് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ലൈൻ ബോർഡർ വന്നിട്ടുണ്ട് ഷോളിന്. അപ്പോൾ ലീഫൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിന്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ഞാനെടുത്ത ചുരിദാറിൻ്റെ ഫുൾ കാറ്റലോഗ്. പിന്നെ രണ്ടാമത്തെ ഫോട്ടോ ഇതാണ്. മൂന്നാമത്തെ ഷോൾ ഓൺലി ഉണ്ട്, ഷോൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത പ്രൊഡക്റ്റ് ഇതാണ് അടുത്ത പ്രൊഡക്റ്റ്. ഇതിൽ ഷാർപ്പ്നർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കാണിക്കുന്നത്. പിന്നെ അത് കണ്ട ഷോ പീസൊക്കെ ആയിട്ട് നമുക്ക് അലങ്കരിച്ചൊക്കെ, അതുപോലെ കുട്ടികളുടെ സ്റ്റഡി ടേബിൾമേൽ. ഞാനിതിപ്പോൾ എൻ്റെ സ്റ്റഡി ടേബിൾമേലാട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ എവിടെ എങ്ങനെ വെച്ചാലത് നല്ല ഭംഗിയാണ്, അത്രയ്ക്ക് രസമുണ്ട് ഈ ഒരു സാധനം. ഈ ഒരു ക്ലോക്കാന്ന് പെട്ടെന്ന് നോക്കിയാൽ